ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ചുക്കയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സവാള എടുത്തിട്ട് വറുത്ത് വെക്കാം. ഇത് 2 സവാള കട്ട് ചെയ്തതാണ്. അതെടുത്ത് ആദ്യം തന്നെ വറുത്ത് മാറ്റി വെക്കാം. സവാള 2 വറുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഒരു 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 കപ്പ് ചുവന്നുള്ളി ചതച്ചത്, പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു കുറച്ച് പുളി ആവശ്യത്തിന് കേട്ടോ. ഞാൻ കറിവെക്കാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ വറ്റമീനാണ്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മീനിലിട്ട് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മീനിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് 1 കപ്പ് ചുവന്നുള്ളിയാണ്, അത് അരിഞ്ഞത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. പിന്നെ പച്ചമുളക്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൂക്ഷിച്ചൊക്കെ മീനിട്ട് ഇളകണം, അല്ലെന്നുണ്ടെ കയ്യിൽ മുള്ളു കൊണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കരുത്. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ഞാൻ വിട്ടുപോയൊരു സാധനമുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സവാള വറുത്തതാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നൊരു പകുതി സവാള എടുത്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പുളി, നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ല പുളി, അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 1 അവർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ടേസ്റ്റും ഇതെല്ലാം കൂടെ മീനും ഒക്കെ നന്നായിട്ട് പിടിക്കും, പുളിയും ഒക്കെ കൂടിയിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. 1 അവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചട്ടി എടുക്കുക. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പിലയും ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കുറച്ച് വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒത്തിരി വെള്ളമായി പോകരുത്, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ കറി എന്ന് പറയുന്നത് ഒത്തിരി ചാറ് പോലെയല്ല, ഒരു ഗ്രേവി, ചെറിയ ഗ്രേവി ഉണ്ടാവുന്ന പോലെ അങ്ങനെയുള്ളൊരു കറിയാണ്. ഒരു റോസ്റ്റ് പോലെ ഇരിക്കും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും. എങ്കിലും കുറച്ച് വെള്ളമുണ്ട്, അപ്പം അതിന് പാകത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, പുളി നോക്കാം. ഇനിയിപ്പോൾ അഥവാ പുളി ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത്, വെന്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയിരുന്ന സവാള വറുത്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തവിയൊന്നും ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇപ്പം നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനാണെങ്കിൽ നമ്മൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്ന പോലെ തന്നെ മീൻ വെച്ചിട്ടുണ്ടാക്കി നോക്കി എങ്ങനെ ഇരിക്കുന്നു ഒന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റും ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം.